നമസ്കാരം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ ജനകീയ പ്രതിരോധങ്ങൾക്കും കടുത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ച കേരയിൽ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശം. രണ്ടാം മന്ത്രിസഭാ യോഗത്തിന് ശേഷവും ജനകീയ പ്രഖ്യാപനങ്ങളുമായാണ് വി ഡി സതീശൻ സർക്കാർ ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ചേർന്ന രണ്ടാം മന്ത്രിസഭാ യോഗത്തിൽ ചരിത്രപരമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ചിരുന്ന എല്ലാ വിജ്ഞാപനങ്ങളും ഔദ്യോഗികമായി ഡീനോട്ടിഫൈ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇതോടെ സ്വന്തം ഭൂമിയിന്മേൽ യാതൊരുവിധ അവകാശവുമില്ലാതെ വർഷങ്ങളായി ആശങ്കയിലായിരുന്ന ആയിരക്കണക്കിന് ഭൂ ഉടമകൾക്കാണ് പുതിയ സർക്കാർ വലിയ ആശ്വാസം നൽകിയിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ച വിവാദമായ മഞ്ഞക്കുറ്റികൾ പൂർണ്ണമായും നീക്കം ചെയ്യാനും ഇതിനായി റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭ ഉത്തരവിട്ടു. സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ജനങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ കേസുകളും പിൻവലിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. നിലവിലുള്ള കേസുകളുടെ സ്വഭാവം കൃത്യമായി പരിശോധിച്ച് അവ പിൻവലിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാൻ ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ഈ പരിശോധനയ്ക്ക് ശേഷം സമർപ്പിക്കുന്ന അന്തിമ ശുപാർശ സർക്കാർ അടിയന്തരമായി നടപ്പിലാക്കും. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ദ്രോഹിച്ച മുൻ സർക്കാരിന്റെ നടപടികൾ തിരുത്തുമെന്ന UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. സിൽവർ ലൈൻ തീരുമാനങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശ്വാസം പകർന്ന മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം കൂടി മന്ത്രിസഭാ യോഗത്തിൽ നിന്നുണ്ടായി. PSCയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വിവിധ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഇതോടെ കാലാവധി തീരാറായ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കാനുള്ള കൂടുതൽ അവസരങ്ങളാണ് പുതിയ തീരുമാനത്തിലൂടെ കൈവന്നിരിക്കുന്നത്. കടുത്ത തർക്കങ്ങൾക്കും ഘടകകക്ഷികളുടെ കടുംപിടുത്തങ്ങൾക്കും ഒടുവിൽ വി ഡി സതീശൻ മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനവും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ജനകീയമാവുകയാണ് വി ഡി സതീശൻ സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് സ്വന്തം ഭൂമിയിൽ മേൽ സർക്കാർ നടത്തിയ അഴിമതിയും കയ്യേറ്റവുമായിരുന്നു സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ. ആ മഞ്ഞക്കുറ്റികളുടെ പേരിൽ കേരളത്തിൽ സാധാരണക്കാരായ ആളുകൾ തെരുവിലിറങ്ങിയപ്പോഴും പിണറായി വിജയൻ സർക്കാർ ഒരക്ഷരം മിണ്ടാതെ ആ ഭൂമി സർക്കാരിൻ്റെതാണെന്ന് വാദിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ആ മഞ്ഞക്കുറ്റികൾ പിഴുതെറിയാൻ വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് ഔദ്യോഗികമായി അവർ നിർദ്ദേശം എടുത്തിരിക്കുകയാണ്, അവർ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3-ാം നാളിൽ നാടകീയ നീക്കങ്ങൾക്കും കസേരകളിക്കും താൽക്കാലിക വിരാമമിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ അന്തിമ വകുപ്പ് പട്ടിക ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന വാർത്തയും നമുക്ക് വരുന്നുണ്ട്. രാവിലെ G. സുധാകരന്റെ സത്യപ്രതിജ്ഞയ്ക്കായി രാജ്ഭവനിലെത്തിയ മുഖ്യമന്ത്രി അതിനുശേഷമാണ് അന്തിമ പട്ടിക സമർപ്പിച്ചത്. ആദ്യ മന്ത്രിസഭാ യോഗം ചേരാനിരിക്കെ വകുപ്പില്ലാ മന്ത്രിമാരായി പങ്കെടുക്കേണ്ടി വരുന്ന പ്രതിസന്ധി ഒഴിവാക്കാനാണ് ഉന്നതതല ചർച്ചകൾക്കൊടുവിൽ ധാരണയിലെത്തിയത്. പൊതുഭരണം, ധനം, നിയമം, തുറമുഖം എന്നീ സുപ്രധാന വകുപ്പുകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ കൈകാര്യം ചെയ്യും. UDF സർക്കാരിലെ രണ്ടാമനായ രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരവും വിജിലൻസും. ഇതിനു പുറമെ കയർ വകുപ്പിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കും. മുസ്ലിം ലീഗിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഏറെ തർക്കങ്ങൾക്ക് വഴിവെച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് തന്നെ കൈപ്പിടിയിൽ ഒതുക്കി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രമുഖ കോൺഗ്രസ് നേതാവ് യുവത് മുഖവുമായ റോജി എം ജോണാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. എന്തായാലും ആശ്വാസം നൽകുന്ന വാർത്തകൾ തന്നെയാണ് വി ഡി സതീശൻ സർക്കാരിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.